Hi everyone, this is Rinsi from Groww YouTube Malayalam channel. അപ്പോൾ ഇന്ന് Groww YouTube Malayalam ചാനലിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് സ്മാർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടായിരിക്കും ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനെ പറ്റിയിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോറിയിൽ നിന്ന് ഇന്ന് നമ്മുടെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1949 ന്യൂയോർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എന്റർപ്രണർ, അതായത് ഫ്രാങ്ക് മാക്നമർ, അദ്ദേഹം ഡിന്നർ കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ പോവാണ്. അപ്പോൾ ഡിന്നർ കഴിച്ച് ബിൽ പേയ്മെന്റ് ടൈം ആയപ്പോഴാണ് അദ്ദേഹം മനസ്സിലാവുന്നത്, അതായത് അദ്ദേഹം വീട്ടിൽ നിന്ന് തന്റെ വാലറ്റ് എടുക്കാൻ മറന്നുപോയി എന്നുള്ളൊരു കാര്യം. അപ്പോൾ അദ്ദേഹം റെസ്റ്റോറൻറ്റിലെ വ്യക്തികളായിട്ട് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം സൈൻ ചെയ്ത് തരാം, പിന്നീട് വന്ന് പേ ചെയ്തോളാം എന്നുള്ള ഒരു പ്രോമിസ്. ബട്ട് ഈ ഒരു കണ്ടീഷനുമായിട്ട് എഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലെ വ്യക്തികൾ തയ്യാറായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് അദ്ദേഹത്തിന്റെ വൈഫിനെ വിളിച്ചു വരുത്തി പേയ്മെന്റ് സെറ്റിൽ ചെയ്യുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. ആ ഒരു രാത്രി അദ്ദേഹത്തിന് വളരെ സങ്കടമായിരുന്നു, കാരണം റെസ്റ്റോറൻറ്റിൽ നടന്ന സിറ്റുവേഷൻ ഓർത്തിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ഐഡിയ ഉണ്ടാവുകയാണ്, അതായത് ഒരു സർവീസ്, അതിൽ ആൾക്കാർക്ക് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, എന്നിട്ട് പിന്നീട് പേ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫെസിലിറ്റി. ഈ ഒരു ഐഡിയയിൽ നിന്നിട്ടാണ് ഡിന്നേഴ്സ് ക്ലബിന്റെ ക്രിയേഷൻ വരുന്നത്. ഡിന്നേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അമേരിക്കൻ കൺസ്യൂമർ ഫേസിംഗ് ക്രെഡിറ്റ് കാർഡ് കമ്പനിയാണ്. അപ്പം അങ്ങനെ 1950 ആൽഫ് ഷൈൻഡർ ഈ ഒരു കമ്പനിയുടെ കോ ഫൗണ്ടറായി മാറുകയാണ് ചെയ്തത്. ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്രെഡിറ്റ് കാർഡ് കമ്പനീസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 2021 ഗ്ലോബലി നമ്മൾ നോക്കുവാണെങ്കിൽ 2.8 ബില്യൺ ക്രെഡിറ്റ് കാർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 62 മില്യൺ ക്രെഡിറ്റ് കാർഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്ന ഏരിയാസ് ഇതൊക്കെയായിരിക്കും. അതായത് എന്താണ് ക്രെഡിറ്റ് കാർഡ് എന്നത് നമ്മൾ നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ടോപ്പിക്സ് ആയിരിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം പേഴ്സണൽ ഫിനാൻസ് അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് റിലേറ്റഡ് ആയ ക്വാളിറ്റി കണ്ടന്റ് വീഡിയോസ് ആണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതൊന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ കൊണ്ട് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. അതായത് യൂസേഴ്സ് പേയ്മെന്റിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് കാർഡിനെയാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് യൂസേഴ്സിന് ഗുഡ്സ് അതുപോലെ തന്നെ സർവീസസ് ഒക്കെ പേ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് TV, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും. കാർഡ് ഹോൾഡേഴ്സ് പിന്നീട് പേ ചെയ്തോളാം എന്നൊരു പ്രോമിസിന്റെ ബേസിൽ ബാങ്ക്സ് അതുപോലെ തന്നെ NBFCs, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ഓഫർ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡിനൊന്നും തന്നെ കൊളാട്രൽ സെക്യൂരിറ്റീസ് ഇല്ല. അതുകൊണ്ട് തന്നെ ലെൻഡേഴ്സിന് എമൗണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലോ സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. അപ്പോൾ യൂസേഴ്സിന് കണ്ടിന്യൂസ്ലി ക്യാഷ് ബോറോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ് ടു എ ലിമിറ്റ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് അവർക്ക് റീപേ ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കുന്നതാണ്. ഒരു ക്രെഡിറ്റ് കാർഡ് ഒരു ക്രെഡിറ്റ് ലിമിറ്റോടെയാണ് വരുന്നത്. അപ്പോൾ അപ് ടു ആ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് വരെ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റിൽ നിങ്ങൾക്ക് അത് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും നിങ്ങൾ ട്രാൻസാക്ഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്ര എമൗണ്ടിനാണ് നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്ത് അതിന് ഇക്വലൻ്റ് ആയിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റിൽ നിന്ന് എമൗണ്ട് കുറയുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾ ഡ്യൂ ഡേറ്റിൽ നിങ്ങൾ അത് റീപേ ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് ആവുന്നതായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡിൽ ക്രെഡിറ്റ് ലിമിറ്റ് വരുന്നത് 2 ലക്ഷം രൂപയാണ്. അപ്പോൾ ഞാനൊരു 50,000 രൂപയ്ക്ക് ഒരു റെഫ്രിജറേറ്റർ വാങ്ങുവാണ്. അതുപോലെ തന്നെ 10,000 റുപ്പീസ് ഞാനൊരു എക്സ്പെൻസ് മീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ക്രെഡിറ്റ് ലിമിറ്റിൽ നിന്ന് ഞാൻ 60,000 രൂപ ഞാൻ യൂസ് ചെയ്തു. ഈ ഒരു മാസം കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു മന്തിൽ എൻ്റെ അടുത്തൊരു സൈക്കിളിൻ്റെ ബില്ല് ജനറേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ബില്ല് ജനറേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന ബില്ല് 60,000 രൂപയായിരിക്കും. അപ്പോൾ ഈ 60,000 രൂപ ഞാൻ ഡ്യൂ ഡേറ്റിൽ ഞാൻ റീപേ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും എൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് 2 ലക്ഷം രൂപയിലേക്ക് എത്തുന്നതായിരിക്കും. ക്രെഡിറ്റ് കാർഡ് മാസത്തിൽ ഒരിക്കലാണ് ബില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്നതാണ് ബില്ലിംഗ് സൈക്കിൾ. അപ്പോൾ ഈ ഒരു പീരീഡിലെ എല്ലാ ഡെബിറ്റും അതുപോലെ തന്നെ എല്ലാ ക്രെഡിറ്റും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ബില്ല് ജനറേറ്റ് ചെയ്തതിന് ശേഷം 21 മുതൽ 25 ദിവസത്തിനുള്ളിൽ നിങ്ങൾ റീപേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു മേജർ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ മുകളിൽ ബാങ്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ഇൻട്രസ്റ്റ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു എമൗണ്ട് നിങ്ങൾ പേ ചെയ്യാൻ നിങ്ങൾ വൈകിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അതനുസരിച്ച് അക്യുമുലേറ്റഡ് ആവുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ബിക്കോസ് ക്രെഡിറ്റ് കാർഡ് നമ്മുടെ ലൈഫ് ഈസി ആക്കുന്നത് പോലെ തന്നെ നമ്മുടെ ലൈഫ് ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലേക്ക് എത്തിക്കാനും ചാൻസസ് ഉണ്ട്. അതുകൊണ്ട്
തന്നെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് സ്മാർട്ടായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ പേ ബിൽസ് ഓൺ ടൈം എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം. അതായത് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഡ്യൂ എമൗണ്ട് നിങ്ങൾ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് നിങ്ങൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കോസ്റ്റ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഒരു ബില്ലിംഗ് സൈക്കിൾ വരുന്നത്, സപ്പോസ് നിങ്ങളുടെ ഒരു ബില്ലിംഗ് സൈക്കിൾ വരുന്നത് 7th August to 8th September ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് വരുന്നത് 28th September ആയിരിക്കും നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് വരുന്നത്. അപ്പോൾ 28th September മുമ്പായിട്ട് നിങ്ങളുടെ ഡ്യൂ എമൗണ്ട് നിങ്ങൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഫർദർ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ ടോട്ടൽ ബിൽ എമൗണ്ടിൻ്റെ ഒരു മിനിമം എമൗണ്ട് നിങ്ങൾക്ക് മന്ത്ലി നിങ്ങൾക്ക് പേ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് അറൗണ്ട് ഒരു 5%. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് എൻ്റെ ഡ്യൂ എമൗണ്ടിൻ്റെ ഒരു മിനിമം എമൗണ്ട് എല്ലാ മാസവും പേ ചെയ്യാം, എന്നിട്ട് എൻ്റെയർ എമൗണ്ട് ഒരു ദിവസം റീപേ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അവിടെ തെറ്റി. കാരണം നിങ്ങൾ ഓരോ ദിവസം നിങ്ങൾ ഡിലേ വരുത്തും തോറും നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവഞ്ച്വലി നിങ്ങളൊരു കടക്കെണിയിലേക്കായിരിക്കും നിങ്ങൾ മാറുന്നത്. ചില ക്രെഡിറ്റ് കാർഡ് കമ്പനീസൊക്കെ ക്രെഡിറ്റ് കാർഡ് ബില്ല് EMI ആയിട്ട് പേ ചെയ്യുന്ന ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഫിനാൻഷ്യൽ സ്ട്രെസ്സിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ബട്ട് ലോങ് റണ്ണിലേക്ക് അത് നിങ്ങളെ ഹയർ ഇൻട്രസ്റ്റ് റേറ്റിലേക്കായിരിക്കും എത്തിക്കുന്നത്. അതായത് 12.5% to 45% പെർ ആനോ ആയിരിക്കും. അപ്പം ക്രെഡിറ്റ് കാർഡ് ബിൽസ് ഡ്യൂ ഡേറ്റിൽ തന്നെ റീപേ ചെയ്യാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിമൈൻഡർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പല ആപ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിമൈൻഡർ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെക്കൻഡ് വൺ എന്താണെന്ന് വെച്ചാൽ ഡോണ്ട് മാക്സ് ഔട്ട് യുവർ ക്രെഡിറ്റ് ലിമിറ്റ്. അതായത് ഇപ്പോൾ ഒരു ബാങ്കിൽ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ബാങ്ക് നിങ്ങളുടെ ഇൻകം അതുപോലെ തന്നെ ക്രെഡിറ്റ് സ്കോർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ക്യാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ക്യാഷ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാക്സ് ഔട്ടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ലിമിറ്റ് ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ക്യാഷിൻ്റെ മുകളിൽ നിങ്ങൾക്കൊരു ട്രാക്കിംഗ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ യൂസിൻ്റെ മുകളിലും നിങ്ങൾക്കൊരു റെസ്ട്രിക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിലെ ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ ഒരു 2/3 വരെ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ ലിമിറ്റ് വരുന്നത് 2 ലക്ഷം രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 1,30,000 രൂപ വരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ അത് നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. തേർഡ് വൺ വരുന്നത് ടൈമിംഗ് യുവർ പർച്ചേസ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡിന് ഒരു മന്ത്ലി ബില്ലിംഗ് സൈക്കിളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പർച്ചേസ് ഒന്ന് നിങ്ങൾ ടൈമിംഗ് ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ബില്ല് ജനറേറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ പർച്ചേസ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ നിങ്ങൾക്കൊരു അപ്രോക്സിമേറ്റ്ലി 45 ദിവസം നിങ്ങൾക്ക് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും വിത്ത് നോ ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 2 ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അതായത് നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ വൈഫിന് ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്റെ ബില്ലിംഗ് സൈക്കിൾ വരുന്നത് 2nd March to 1st April ആണ്. അപ്പോൾ ബിൽ ഡേറ്റ് വരുന്നത് 2nd April ആയിരിക്കും. അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റ് വരുന്നത് 22nd April ആയിരിക്കും വരുന്നത്. ഇനി ക്രെഡിറ്റ് കാർഡ് ബിയുടെ ബില്ലിംഗ് ഡേറ്റ് വരുന്നത് 20th March to 9th April ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ബില്ലിംഗ് ഡേറ്റ് വരുന്നത് 20th April ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡ്യൂ ഡേറ്റ് വരുന്നത് 9th May ആയിരിക്കും. അപ്പോൾ ഈ 2 ക്രെഡിറ്റ് കാർഡിൽ ഏത് ക്രെഡിറ്റ് കാർഡാണ് യൂസ് ചെയ്യേണ്ടതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളൊരു April 4th ഒക്കെ ആയപ്പോൾ നമുക്കൊരു വലിയ പർച്ചേസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ക്രെഡിറ്റ് കാർഡ് എ യൂസ് ചെയ്യുന്നതാണോ അതോ ക്രെഡിറ്റ് കാർഡ് ബി യൂസ് ചെയ്യുന്നതായിരിക്കോ നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ക്രെഡിറ്റ് കാർഡ് എ യൂസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് കൂടുതലും ബെനിഫിറ്റ് ഉള്ളത്. കാരണം നമ്മുടെ ബില്ല് ജനറേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പർച്ചേസ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മാസം കൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും. അതായത് ഒരു അപ്രോക്സിമേറ്റ്ലി 45 ദിവസം നമുക്ക് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈം ലഭിക്കുന്നതായിരിക്കും. ഫോർത്ത് വൺ അവോയ്ഡ് ഗെറ്റിംഗ് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് ആണ്. അപ്പോൾ ഒരുപാട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് ഒരു കാർഡ് തന്നെ മാനേജ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം 4-5 ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓട്ടോമേറ്റ് യുവർ ക്രെഡിറ്റ് പേയ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഹാബിറ്റാണ്. അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് പേയ്മെൻറ്റ് നിങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് ഒന്നും നിങ്ങൾക്ക് മിസ്സാവുന്നതല്ല. അതുപോലെ തന്നെ ബോണസ് ആയിട്ട് നിങ്ങളുടെ ലേറ്റ് ഫീസും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്.
സിക്സ്ത് വൺ വരുന്നത് മേക്ക് യൂസ് ഓഫ് വൗച്ചേഴ്സ് ആൻഡ് റിവാർഡ്സ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എവറിഡേ യൂസിന് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സ്പെൻഡിങ് പവർ അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ബട്ട് ഓവർ ടൈം നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ക്യാഷ് ബാക്ക്, റിവാർഡ്സ്, അതുപോലെ തന്നെ വൗച്ചേഴ്സ് ഒക്കെ എന്നുള്ളത് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് സൈഡാണ്. അപ്പോൾ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഷോപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചില ക്രെഡിറ്റ് കാർഡ് കമ്പനീസ് ഒക്കെ ഇ-കൊമേഴ്സ് സൈഡിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഈ റിവാർഡ് പോയിന്റ്സിനെ പറ്റിയിട്ട് ക്യാഷ് ബാക്കിനെയൊക്കെ പറ്റിയിട്ട് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സെവൻത് വൺ വരുന്നത് ലിമിറ്റ് സ്വൈപ്പിംഗ് ക്രെഡിറ്റ് കാർഡ് അറ്റ് ATMs ആണ്. അപ്പോൾ ചില സിറ്റുവേഷനിലൊക്കെ നമുക്ക് ATMൽ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ബട്ട് നിങ്ങളിവിടെ മനസ്സിലാക്കുക, ATMൽ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ATMൽ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുന്നത് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളൊരു മെർച്ചൻറ്റ് നിങ്ങളൊരു പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് സെയിൽ നിങ്ങൾക്ക് യാതൊരു ഇൻട്രസ്റ്റും ചാർജ് ചെയ്യുന്നതല്ല. ബട്ട് നിങ്ങൾ ATMൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചാർജും സർവീസ് ചാർജും നിങ്ങൾ അവിടെ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത് ഒരു ബ്ലെസ്സിങ് ആണ്. ബട്ട് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മളൊരു വേഴ്സ് സിറ്റുവേഷനിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈസി ആയിട്ട് നമ്മളെ കടക്കെണിയിലേക്ക് എത്തിക്കാനും ക്രെഡിറ്റ് കാർഡിന് സാധിക്കാറുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് അമേസിംഗ് ആയിട്ടുള്ള വൗച്ചേഴ്സ്, അതുപോലെ തന്നെ റിവാർഡ് പോയിന്റ്സ്, അതുപോലെ തന്നെ ക്യാഷ് ബാക്ക് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബട്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സെൽഫ് കൺട്രോൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നെക്സ്റ്റ് ബില്ലിംഗ് സൈക്കിൾ നിങ്ങൾക്ക് പേ ഓഫ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എമൗണ്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണ് നമ്മൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഗ്രോ യൂട്യൂബ് മലയാളം ചാനലിലൂടെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഫിനാൻഷ്യൽ ടോപ്പിക്സ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അത് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.